എല്ലാവർക്കും ഫ്ലവറിംഗ് പ്ലാന്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ചെടിയാണോ, ഡബിൾ പെറ്റൽ നമ്പ്യാർവട്ടം. ഡബിൾ പെറ്റൽ എന്നല്ല, മൾട്ടി പെറ്റൽ എന്ന് പറയേണ്ടി വരും. ഇഷ്ടംപോലെ ഇതളുകളായിട്ട് ഉണ്ടാവുന്ന ഒരു നമ്പ്യാർവട്ടമാണ്. ഇത് ഒരു നാടൻ നമ്പ്യാർവട്ടമാണ്. ഇതെൻ്റെ ഒരു മദർ പ്ലാന്റ് കൂടിയാണ്. ഞാൻ കുറേ നാളായി ഇത് സെയിൽ ചെയ്യുന്നു. കുറേ നാളെന്ന് വെച്ചാൽ ഒരു 3-4 വർഷമായി ഇത് സെയിൽ ചെയ്യുന്നു. ഇതെൻ്റെ മദർ പ്ലാന്റ് ആണ്. ഇതിൽ പൂക്കൾ ഉണ്ടാവുമ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയാണ് ഇതിൽ പൂവുണ്ടാവുക. ഇലയേക്കാൾ കൂടുതൽ പൂക്കളും അതിനേക്കാൾ കൂടുതൽ മുട്ടുകളായിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് നമ്മുടെ വീട്ടിലത്തെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷനാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ചെടിയായിരിക്കും ഇത്. മുറ്റത്ത് തന്നെ കയറി വരുന്ന സ്ഥലത്ത് തന്നെയാണ് അതുള്ളത്. ഇതിപ്പോൾ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 വർഷത്തോളം ആയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് തന്നെ ഈ ഒരു ചെടി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഈ ചെടിക്ക് ഞാൻ പ്രത്യേക പരിചരണമൊന്നും കൊടുക്കാറൊന്നുമില്ല. നിലത്താണ് നട്ടിരിക്കുന്നത്. സ്ഥിരം വെള്ളം ഒഴിക്കും, ഡെയിലി നന്നായി വെള്ളം ഒഴിക്കും. പിന്നെ വല്ലപ്പോഴും ഒക്കെ കുറച്ച് വളം ഇട്ട് കൊടുക്കും. ഇത് മാത്രമാണ് ഇതിൽ ചെയ്യാറുള്ളത്. പിന്നെ ഇതിൽ അങ്ങനെ വലിയ പുഴുക്കളോ ശല്യങ്ങളോ അങ്ങനെയൊന്നും പൊതുവെ ഇതിൽ കണ്ടുവരാറില്ല. ഇപ്പോൾ ഇലയുടെ അടിയിലൊക്കെ ഉണ്ടോ അങ്ങനത്തെ പുഴുക്കളോ കാര്യങ്ങളോ വെള്ള പ്രാണി അങ്ങനത്തെ ഒന്നും ഇതിൽ പൊതുവെ കണ്ടുവരാറില്ല. ഇതിൻ്റെ കട്ടിങ്സ് കുത്തിയിട്ടാണ് നമ്മൾ പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു കട്ടിങ്സ് പൂവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മണ്ണിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മഴ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. നല്ല സ്മെല്ലാണ് ഈ ചെടിക്ക്. അത്യാവശ്യം നല്ലൊരു സുഗന്ധമുള്ള ചെടിയാണ്. പിന്നെ ഇതിന് നൈറ്റ് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. അതായത് നമ്മുടെ വീട്ടിലത്തെ ആ ഒരു ബൾബിൻ്റെ ഒക്കെ ചെറിയൊരു വെളിച്ചം ഇതിലേക്ക് അടിക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ്. നല്ലൊരു രസമാണ് ഇതിനെ ഒരു നൈറ്റ് വ്യൂ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി.